ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് വേളാങ്കണ്ണിയിലെ രാത്രി കാഴ്ചകളാണ്. കൂടാതെ ചെറിയ കുഞ്ഞു കുഞ്ഞു ഷോപ്പിങ്ങുകൾ, അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെയാണ്. അതും കൂടാണ്ട് തമ്മനയില് പറഞ്ഞ പോലെ ഇന്ന് നല്ല മുട്ടം പണി കിട്ടിയൊരു രാത്രിയായിരുന്നു. അതെന്താണ് ഞാൻ വഴിയെ പറയാം. കുഞ്ഞിന്റെ മുടിയൊക്കെ വെട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങള് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബീച്ചിലോട്ടാണ് പോയത്. അത്യാവശ്യം നല്ല തിരക്ക്. പള്ളിയുടെ അടുത്തുനിന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ ബീച്ചിലേക്ക്. അപ്പൊ ഞങ്ങള് നടന്നങ്ങനെ ബീച്ചിന്റെ അടുത്തെത്തി. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ കുറെ തട്ടുകടകള്, റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു, കടലിനോട് ചേർന്നിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇതുവരെയുള്ള വിശേഷം പറ. ഞങ്ങള് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടു. ജനശതാബ്ദിക്ക് വന്നിട്ട് എറണാകുളത്ത് ജംഗ്ഷനിലായിരുന്നു. അവിടെ നിന്ന് പിന്നെ മെട്രോ പിടിച്ച് ആലുവ വന്നു. ആലുവന്ന് പിന്നെ ഞങ്ങൾക്ക് ഒരു വെപ്രാളം ആയിരുന്നു, 11 മണിക്ക് ട്രെയിൻ കിട്ടുമോ, സമയം വൈകുമെന്നൊക്കെ. അങ്ങനെ പിന്നെ 10 മണിയായപ്പോൾ വീടെത്തി. അപ്പൊ നമ്മുടെ ട്രെയിൻ ലേറ്റ് ആയിട്ടാ വന്നത്. എനിക്ക് തോന്നുന്നു 11-12 മണി അടുപ്പിച്ചായി അല്ലേ ട്രെയിൻ വന്നപ്പോ. അതിന് ഞങ്ങൾക്ക് ലോവർ ബർത്ത് ആയിരുന്നു. സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. എന്നിട്ട് ട്രെയിൻ പിടിച്ചിട്ടു. തിരുച്ചിയിലും തഞ്ചാവൂരും ഒക്കെ ട്രെയിൻ പിടിച്ചിട്ട് ഇവിടെ എത്തിയപ്പോഴും 11:30 കഴിഞ്ഞു. 10-11 മണി കഴിഞ്ഞു. പിന്നെ നേരെ ആകെ മൊത്തവും ക്ഷീണമായിരുന്നു, തലവേദനയും, ഒന്നും കഴിക്കാത്തതിൻ്റെ ഇതും. ട്രെയിനിൽ വെച്ചൊന്നും കഴിച്ചില്ല. പിന്നെ ഇവിടെ ഞങ്ങൾ റൂം ഓൾറെഡി ഞങ്ങളുടെ റിലേറ്റീവ്സ് വന്നിട്ട് നമുക്ക് നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. തറവാടെന്നാണ് പേര്. അപ്പം നമ്മൾ അവിടെ റൂം എടുത്തു. ഒരു റൂം നമുക്ക് 4 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതും ഒന്നൊരു സിംഗിളും. റൂമിന് 800 രൂപയും മറ്റേന് 1200 രൂപയാണ് ആയത്. അപ്പോൾ വന്നിട്ട് കിടന്നില്ല, നേരെ ഭക്ഷണം കഴിച്ചിട്ട് കുളിച്ചിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ ഒരു മലയാളി ഹോട്ടൽ അച്ചായൻസിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു. ചോറും സാമ്പാർ ഒക്കെയാണ് കഴിച്ചത്. എന്നിട്ട് വന്ന് റെസ്റ്റ് എടുത്തു. ഒരു 4 മണിയായപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് ഇറങ്ങി. പള്ളിയിൽ ഇറങ്ങിയപ്പം ശനിയാഴ്ച ദിവസം മാത്രം മാതാവിൻ്റെ തേര് പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ അത് ഇച്ചിരി നേരം നിന്ന് കണ്ട് പിന്നെ മുടിയെടുക്കാൻ പോയപ്പോൾ പെണ്ണ് ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ ഭയങ്കര കരച്ചിലെന്ന് പറയും, ഭയങ്കര കരച്ചിൽ. പിടിച്ചിരി മുറിയൊക്കെ ചെയ്തു. എന്നിട്ട് പിന്നെ നേരെ പറ്റി ബീച്ചിൻ്റെ സൈഡിൽ വന്നിട്ട് നല്ല ചെമ്മീൻ പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ഓക്കെ. ഈ ചെമ്മീൻ ഇഷ്ടം. പിന്നെ ഒരു മീൻ, ഇതെന്ത് മീനാ പേര് പറഞ്ഞ? അങ്ങനെ പേര് ഞാൻ മറന്നുപോയി. എന്തോ ഒരു മീൻ. രണ്ടുമാണ് നമ്മൾ പറഞ്ഞത്. 100 രൂപ. അല്ല, റൈസും പറഞ്ഞിട്ടുണ്ട്. ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് പറഞ്ഞു. ഈ വീഡിയോ വരുമ്പോൾ മാത്രമേ ഇതവരറിയുള്ളൂ. അതെ, അതുവരെ ഇവരറിയില്ല. നമ്മൾ പറയും ഒന്നും കഴിച്ചിട്ടില്ല, പട്ടിണിയാന്ന് പറയും. ഈ വീഡിയോ വരുമ്പോഴാണ് അവരറിയുള്ളൂ. വെള്ളം ഉണ്ടോ ഇവിടെ തണുത്ത? വഴിയില്ല. ഇത് കുഴപ്പമില്ല. അപ്പം കഴിച്ചിട്ടാണോ കേട്ടോ. ഓക്കെ ബൈ. ഇനി ഇന്നത്തെ നമ്മൾ കഴിഞ്ഞു. ഇനി കഴിച്ച റൂമിൽ പോകണം. ഇച്ചിരി പർച്ചേസ് ഉണ്ട്. ഇന്നത്തെ കഴിഞ്ഞു. നാളെ പാർട്ട് 2. ഓക്കെ, ബൈ ബൈ. മീൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, വിശപ്പുണ്ട്, അതുകൊണ്ട് പിന്നെ നീ കഴിക്കാറുതരാം. മാളുവിന്റെ കൊഞ്ചിന്റെ അത്രയും പോരാ അല്ലേ? നമ്മുടെ കൊഞ്ച് ഫ്രൈഡ് അത്രയും പോരാ. സൂപ്പറായിരുന്നു നമ്മുടെ കൊഞ്ച്. ഈ മീൻ എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റുള്ള മീനാണോ? കുഴപ്പമില്ല, നമുക്ക് എനിക്ക് വിശപ്പുണ്ട്. വിശപ്പുള്ളതുകൊണ്ട് ടേസ്റ്റ് ഉണ്ട്. വിശപ്പുള്ളതുകൊണ്ട് ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല, തിരക്കേടില്ല. എത്ര? അപ്പൊ അങ്ങനെ കുറെ കടകളും കച്ചവടങ്ങളും ഒക്കെ കണ്ടു നടന്നു. അപ്പൊ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞൊരു പണി കിട്ടിയ കാര്യമില്ല, അപ്പൊ അതെന്താണ് ഞാൻ പറയാം. അങ്ങനെ കടകളൊക്കെ കണ്ടു നടന്നപ്പം കുറെ ഫിഷിന് മസാല പുരട്ടിയൊക്കെ കുറെ വെച്ചേക്കണ്. പല കടയിലും പല റേറ്റ് ആണ്. അപ്പൊ എന്നാ ട്രൈ അപ്പൊ വിശപ്പുണ്ടായി. അന്നേരം ഒന്ന് കഴിക്കാന്നും പറഞ്ഞിട്ട് ഒരു കടയിൽ നിന്ന് ഒരു
ചെറിയ ചെമ്മീനും എന്തോ ഒരു മീനും മേടിച്ചു, റൈസും മേടിച്ചു, ഫ്രൈഡ് റൈസ്. അപ്പൊ കഴിച്ചപ്പോ തന്നെ ആ ചെമ്മീൻ എന്തോ ടേസ്റ്റ് വ്യത്യാസം പോലെ തോന്നി. അപ്പൊ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല, അത് കഴിച്ച്. പിറ്റേന്ന് മുതല് വയറുവേദന തുടങ്ങി. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഒരാഴ്ച ആശുപത്രിയായിരുന്നു. അതായിരുന്നു വീഡിയോകളൊക്കെ ഡിലേ, 1 അല്ല 2 ആഴ്ച. വന്നിട്ട് കുറെ ആശുപത്രി പോയി, വയറുവേദനയും വയറിളക്കവും പനിയും ഇല്ലാത്തതൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു 8ന്റെ അല്ല 16ന്റെ പണിയാണ് ആ കിട്ടിയത്.